നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു വാഹനമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ള ദുബായിലാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ തന്നെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതാണ് ഗോൾഡൻ GTR. അടിപൊളി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഗോൾഡൻ GTRൻ്റെ വിശേഷങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദുബായിലെ RRR ഓട്ടോ സർവീസ്, അതായത് ഓട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇപ്പം ഈ വാഹനം ഉള്ളത്. ശരിക്കും നമ്മൾ ഈ ഒരു വാഹനത്തെ ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണെന്ന് പറയാം. ഒരു 2014 മോഡൽ GTR ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതായത് ഒരു നിസാൻ GTR 2014 ഈ വാഹന വിപണിയിലേക്ക് വന്നതിന് ശേഷം 2016 ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുത്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു വർഷം എടുത്തിട്ടാണ് ഇത് ഈ തരത്തിൽ ഡിസൈൻ ചെയ്തെടുത്തത് എന്നുള്ളതാണ്. അതായത് കൈകൊണ്ട് അദ്ദേഹം ഇരുന്ന് കൊത്തി ഉണ്ടാക്കിയ ഡിസൈനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം. അപ്പോൾ ഡിസൈനിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്നുള്ളതാണ്. ഈ ഒരു ഡിസൈൻ ഏത് രാജ്യത്തിൻ്റെ ഡിസൈനാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കോൾഡ് റേസിംഗ് ജപ്പാൻ എന്ന് പറയുന്ന ഒരു ടീമാണ് ഇത് ഇങ്ങനെ ബിൽഡ് ചെയ്തത്. അതുപോലെ തന്നെ തകാഷിക്കോ ഇസാവ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇത് ഹാൻഡ് ക്രേവ് ചെയ്തെടുത്തത് പറയാം. അതായത് അദ്ദേഹത്തിൻ്റെ ഇസാവ സ്റ്റുഡിയോ, അദ്ദേഹമാണിത് കംപ്ലീറ്റ് ഒരു വർഷം എടുത്ത് ഈ തരത്തിൽ ഡിസൈൻ ചെയ്തെടുത്തത് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പ്, ഇത് നേരത്തെ നമ്മൾ GTRൽ കണ്ടതുപോലത്തെ ഒരു ഹെഡ് ലാമ്പ് അല്ല, ഇവർ കസ്റ്റമൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതും കോൾഡ് റേസിംഗ് എന്നൊക്കെ അതിനകത്ത് ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളർ ടോണിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഒറിജിനൽ GTRൽ, അതായത് 2014 ഈ മോഡൽ വാഹന വിപണിയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഇങ്ങനെയല്ല. അതായത് സാധാരണ GTRലൊക്കെ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു കളറായിരിക്കും. അതായത് കളറാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നീട് 2016 ഇവർ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ എല്ലാ കളറും ഒരു ക്രോമിയം പ്ലേറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു, അതായത് ഒരു ക്രോമിയം കളറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. പിന്നീട് ഈ ഇസാവ എന്ന് പറയുന്ന മനുഷ്യൻ കൈ കൊണ്ട് പെയിൻറ് ചെയ്തെടുത്തതാണ് ഈ ഒരു ഗോൾഡൻ കളർ. അപ്പോൾ പെയിൻറ് എന്ന് പറയുന്ന സമയത്ത് ഗോൾഡ് മിക്സ്ഡ് പെയിൻറ്, അതായത് ഗോൾഡ് മിക്സ്ഡ് മെറ്റൽ പെയിൻറ് എന്നാണ് ഇസാവ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ആ ഒരു അറിവാണ് നമുക്കുള്ളത്. എന്തായാലും ആദ്യം ക്രോമിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു, പിന്നീട് ഗോൾഡ് മിക്സ്ഡ് ഗോൾഡൻ കളറിലേക്ക് മെറ്റൽ പെയിൻറ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഈ ഒരു ഡിസൈൻ നമ്മൾ അവിടെ നിന്ന് കാണുന്ന സമയത്ത് ശരിക്കും ഒരു ഗോൾഡൻ കളറാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വരുന്ന സമയത്ത് ഓരോ എലമെൻറ്റിലും മനോഹരമായിട്ടുള്ള എൻഗ്രേവിങ്ങുകളൊക്കെ ഘടിപ്പിച്ച്, അതായത് ഡയമണ്ട് ഷേപ്പുകളാണെങ്കിൽ, അതുപോലെ ഇലകളാണെങ്കിൽ, അതുപോലെ തന്നെ ഡോട്ടുകളാണെങ്കിൽ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സൂപ്പർ, ഒരു രക്ഷയുമില്ല. സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെർഫെക്ഷൻ, അതിൽ ആകെ വ്യത്യാസം വന്നിട്ടുള്ള നിസാൻ GTR എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗം, ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഗോൾഡൻ തീം അല്ലാതെ വന്നത്. ബാക്കി എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഗോൾഡ്. അത് ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞാൻ മനസ്സിലാക്കിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ക്രോമിലേക്ക് കൊണ്ടുവന്നു, പിന്നെ ഈ ഗോൾഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒറിജിനൽ ബോഡി ഷെല്ല് പോലെയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അത് ഈ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കളർ ചെയ്താണെന്നുണ്ടെങ്കിൽ ഈ ഉൾഭാഗം ശരിക്കും ഒരു വെള്ള കളർ അല്ലെങ്കിൽ പച്ച കളറൊക്കെ കാണാം. പക്ഷെ അതൊന്നും കാണാതെ തന്നെ ഉള്ളിലേക്ക് പോലും ബോഡിനെ കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗോൾഡ് പ്ലേറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡ് അപ്ഗ്രേഡേഷൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ് ഈ ഒരു വീൽ. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് വീലാണ്. ഇതൊരു ഹാൻഡ് മെയ്ഡ് വീലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു ധാരണയില്ല. കാരണം അങ്ങനെ പറയാനുള്ള ഒരു കാരണം ഇതിനകത്ത് കോൾ മോട്ടോഴ്സിൻ്റെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജാപ്പനീസ് ടീമിൻ്റെ ലോഗോ ഒക്കെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വീലിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ലോഗോ പ്ലേസ് ചെയ്തതും ആവാം. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ സ്പോയിലർ കാണാം. ഇതിനകത്ത് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്ത് അത് കോൾഡ് റേസിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് ആണെന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് കോൾഡ് റേസിങ്ങിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ മെറ്റൽ പെയിൻറ്റ്, റോഹൻ എൻഗ്രേവിംഗ് തുടങ്ങിയിട്ട്, അതുപോലെ ഇസാവ ആർട്ട് ഡിസൈൻ തുടങ്ങിയിട്ടുള്ള ബാഡ്ജുകളൊക്കെ കാണാം. അപ്പോൾ മെറ്റൽ പെയിൻ്റ് ആണെന്ന് ഞാൻ പറയാണ്ടായ ഒരു കാരണം ആ ഒരു ബാഡ്ജിങ് കൂടിയാണ് എന്ന് പറയാം. അതുപോലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഗോൾഡൻ ഡിസൈനുകൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ അത് പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ തന്നെയും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഒരു ചിത്രത്തെ അല്ലെങ്കിൽ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇസാവ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് അതിനൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ഡിസൈൻ പാറ്റേൺ എല്ലായിടത്തും നമുക്ക് മനോഹരമായിട്ട് കാണാം. അതുപോലെ തന്നെ ഒരു ട്രിപ്പിൾ എക്സോസ്റ്റ്, ഇത് കുറച്ച് മുമ്പ് റെവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സൗണ്ട് ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിക്കാം. സൗണ്ട് കേട്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ശരിക്കും സൗണ്ട്. ഇതൊരു ഹാൻഡ് മെയ്ഡ് ടൈറ്റാനിയം എക്സോസ്റ്റ് ആണ്. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹാൻഡ് മെയ്ഡ് ചെയ്ത് എന്നാണ് പറയുന്നത്. ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡിഫ്യൂസർ ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. ഈ വാഹനം ലോവർ ചെയ്തിട്ടുണ്ട്. ഇവർ ശരിക്കും സാധാരണ ഉണ്ടാവണതിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറച്ചും കൂടി ഒന്ന് ലോവർ ചെയ്തിട്ടുണ്ട്. അതായത് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്.
ഈ ഗോൾഡ് അപ്ഗ്രഡേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്, അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ഓഫ് ഇഞ്ചസ് ആണെന്ന് പറയാം. അതായത് ഇതിൻ്റെ കളറുകൾ വരുന്ന എല്ലാ ഭാഗത്തും ഇവർ ഈ ഒരു ഗോൾഡൻ തീമിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഭാഗത്തേക്ക്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, അതുപോലെ സ്ക്രൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഒരു ഗോൾഡൻ തീമിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ അടിഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഹാൻഡിൻ്റെ ഭാഗത്ത്, അതായത് പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്ത ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ആ ഒരു ഗോൾഡൻ അപ്ഗ്രഡേഷൻ ഉണ്ട്. ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാൽ ഈ ഒരു ഭാഗം ഇതൊന്നും ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഭാഗം, പക്ഷേ അവിടെ പോലും ഗോൾഡൻ തീമിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ AC വെൻറ്റിന് ചുറ്റുമുള്ളത്. സാധാരണഗതിയിൽ ഒരു ബോഡി കളർ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ കൺസോളിലേക്ക് നോക്കിയാൽ അവിടെയും നമുക്കൊരു ഗോൾഡൻ തീം കാണാം. ആ ഒരു സെൻട്രൽ ടണലിൻ്റെ ഭാഗം അവിടെ കേട്ടോ കറക്റ്റ് ഒരു ഗോൾഡൻ തീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ GTRൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും, അത് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് GTRൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കത്തില്ല. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഗോൾഡൻ അപ്ഗ്രഡേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റുകളും ഒരു സ്പോർട്ടി സീറ്റിലേക്ക്, അതായത് ആ ഒരു റേസിംഗ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് റിക്കാറോയുടെ ഒരു സീറ്റാണ് വരുന്നത്. നൈസ്, കൊള്ളാം. ഡീറ്റെയിലിങ്ങിൻ്റെ വേറൊരു രൂപം കാണിക്കാം. എൻജിൻ, അതായത് നമുക്ക് ഈ ഒരു ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വെയിറ്റ് കൂടുതൽ കേട്ടോ. ഇങ്ങോട്ടേക്കാ ടോപ്പ് ഭാഗം ഇത് കംപ്ലീറ്റ് ആ ഒരു ഗോൾഡൻ അപ്ഗ്രഡേഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ യൂസ് ചെയ്ത GTRനേക്കാളും വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ എൻജിൻ ഭാഗത്തേക്ക് വന്ന് നോക്കിയാൽ ഈ ഒരു ഭാഗത്തൊക്കെ അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇതെല്ലാം തന്നെ ഒരു ഗോൾഡൻ അപ്ഗ്രഡേഷനിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതുണ്ടോ, അതാ ഒരു മെറ്റൽ കളർ, നൈസ്, അടിപൊളി. അതായത് ചെയ്ത കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇസോവ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത് ഒരു നൈസ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, 820 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 3 ലിറ്റർ V8 എഞ്ചിനാണ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. നൈസ്, അടിപൊളി അല്ലേ. ഏകദേശം 1.8 മില്യൺ ദിർഹം ആയിരുന്നു ഈ വാഹനത്തിന് സെയിലിൽ വെച്ചിട്ടുണ്ടായിരുന്ന പ്രൈസ്. ഇപ്പം ഇതിന് എത്രയാണ് സെയിൽ പ്രൈസ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവരിത് സെയിലിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ലോകത്ത് വളരെ റയറസ്റ്റ് ആയിട്ടുള്ള UAE മാത്രമുള്ള മലയാളത്തിലധികം വീഡിയോ പോലും ഇല്ലാത്ത ഒരു GTRനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ഗോൾഡൻ GTR, വൺ ആൻഡ് ഓൺലി ഇൻ ദ വേൾഡ് അല്ലേ. അങ്ങനെ ലോകത്ത് ഒന്ന് മാത്രമുള്ള ഒരു വാഹനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു വലിയ അന്വേഷണത്തിന് ശേഷമാണ് നമ്മളിത് കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഗ്രഡേഷനെ കുറിച്ച് മാത്രം സംസാരിച്ചൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വാഹനത്തെക്കുറിച്ചും ഈ ഒരു അപ്ഗ്രഡേഷനെ കുറിച്ചും ഈ ഒരു തീമിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശയത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.